കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വകാര്യ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച് 3 കൊല്ലം കൊണ്ട് പത്തനംതിട്ടക്കാർക്ക് നഷ്ടമായത് 2000 കോടിയോളം രൂപ. ഇതിൽ 1500 കോടി രൂപ 3 കൊല്ലം മുമ്പ് കോന്നി വകയാർ ആസ്ഥാനമായ പോപ്പുലർ ബാങ്കിന്റെ തകർച്ച മൂലമാണ് നഷ്ടമായത്. അതിനുശേഷം കുറിയന്നൂർ ആസ്ഥാനമായ PRD ചിട്ടി ഫണ്ടാണ് തകർന്നത്. 300 കോടി രൂപയോളമാണ് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത്. ഡി അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള PRD ചിട്ടി ഫണ്ട് പൊളിഞ്ഞപ്പോൾ സഹോദരൻ ഗോപാലകൃഷ്ണൻ നായർ PRD എന്നതിന് പകരം G&G എന്ന പേരിട്ട് മുഖം മിനുക്കി നിക്ഷേപകരുടെ വിശ്വാസം പിടിച്ചു വാങ്ങി. എന്നാൽ ഈ മാസം 1-ന് G&Gയുടെ എല്ലാ ബ്രാഞ്ചുകളും പൂട്ടി ഉടമകൾ മുങ്ങി. പുല്ലാട് ആസ്ഥാനമായി പ്രവർത്തിച്ച G&G ഫൈനാൻസ് 150 കോടിയിലധികം രൂപയുടെ നിക്ഷേപക തട്ടിപ്പ് നടത്തിയതായി പോലീസിന്റെ സംശയം. വിവിധ സ്റ്റേഷനുകളിലായി ഇതുവരെ 80 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പരാതികളുടെ എണ്ണം വരും ദിവസങ്ങളിൽ കൂടുമെന്ന് പോലീസ് പറഞ്ഞു. സ്ഥാപനത്തിന്റെ ഉടമകളായ D ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു S നായർ, മകൻ ഗോവിന്ദ്, ഭാര്യ രേഖാലക്ഷ്മി എന്നിവരെ പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. 4 പേരും ഒളിവിലാണ്. ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ കേസുള്ളത്. ഇതുവരെ 60 കേസെടുത്തിട്ടുണ്ട്. പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 3 ജില്ലകളിലായി 40 ശാഖകളാണ് സ്ഥാപനത്തിനുണ്ടായിരുന്നത്. 16% പലിശയാണ് നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്തിരുന്നത്. സ്ഥിര നിക്ഷേപം സ്വീകരിക്കാനുള്ള റിസർവ് ബാങ്ക് അനുമതിയും ഇവർക്കില്ലായിരുന്നു. പണം നിക്ഷേപിക്കുന്നവർക്ക് ക്യാഷ് രസീത് മാത്രമാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ ഡിസംബർ വരെ എല്ലാ നിക്ഷേപകർക്കും പലിശ നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ജനുവരി 13-ന് നിക്ഷേപകരുടെ യോഗം സ്ഥാപന ഉടമ വിളിച്ചുകൂട്ടി. 1 ലക്ഷം നിക്ഷേപിച്ചവർക്ക് മാസം 1000 രൂപ പലിശ തരാമെന്ന് നിക്ഷേപകരെ അറിയിച്ചു. എന്നാൽ നിക്ഷേപകരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇത് 2000-ആയി വർദ്ധിപ്പിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം കുടുംബത്തോടെ ഒളിവിൽ പോവുകയായിരുന്നു. ഏറെ പേരും ഇതുവരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബഡ്സ് നിയമം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 1600ഓളം നിക്ഷേപകരാണ് നിലവിൽ സ്ഥാപനത്തിലുള്ളത്. 12-ന് കുറിയന്നൂരിലുള്ള ഇവരുടെ വീടിന് സമീപം നിക്ഷേപകരുടെ യോഗവും നടത്തിയിരുന്നു. ഇപ്പോൾ പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുന്നു. ഓമല്ലൂർ ആസ്ഥാനമായി നന്നായി പ്രവർത്തിച്ചു വന്ന തറയിൽ ബാങ്കേഴ്സിലേക്ക് 150 കോടിയോളം നിക്ഷേപമെത്തി. ഇത്രയും തുകയുടെ ബിസിനസ് നടത്താൻ തറയിൽ ബാങ്കിന് ശേഷിയില്ലാതെ വന്നപ്പോൾ തുക പോപ്പുലർ ബാങ്കിൽ നിക്ഷേപിച്ചതാണ് തറയിൽ ബാങ്ക് പൊളിയാൻ കാരണം. ഇപ്പോൾ തിരുവല്ല ആസ്ഥാനമായ നെടുമ്പറമ്പിൽ ഫിനാൻസ് പ്രതിസന്ധിയിലാണെന്ന് ഉടമ തന്നെ സമ്മതിച്ചു. ബാങ്കിന് ആസ്തിയുണ്ടെന്നും നിക്ഷേപകർ കൂട്ടമായി എത്തിയാൽ പണം തരാൻ നിവർത്തിയില്ലെന്നും ഉടമ NM രാജു വ്യക്തമാക്കി. വിവിധ ജില്ലകളിലായി നിരവധി ശാഖകളുള്ള സ്ഥാപനമാണിത്. ഇതിലെ ഒരു നിക്ഷേപകന്റെ പരാതിയിൽ ഇലവുംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നത് ശരിയാണ്. പരാതി ലഭിച്ചാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. അത് സ്വാഭാവിക നടപടിയുടെ ഭാഗമാണ്. സാമ്പത്തിക പ്രതിസന്ധി കോവിഡ് കാലത്ത് ബാധിച്ചതാണ്. തന്റെ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ചിലർ നാടുവിടുകയും ചെയ്തിട്ടുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി താൻ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. കൂടാതെ വ്യാപാര വ്യവസായ മേഖലയിലും പൊതുരംഗത്തും സജീവമാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുവാൻ തനിക്ക് കഴിയില്ല. പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനാണ് തന്റെയും കുടുംബത്തിന്റെയും തീരുമാനമെന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് കൂടിയായ NM രാജു നെടുമ്പറമ്പിൽ പറഞ്ഞു. വൻതുക സ്വകാര്യ ബാങ്കുകളിലേക്ക് നിക്ഷേപമായി എത്തുന്നുണ്ടെങ്കിലും അതിനൊക്കെ ബാങ്കിംഗ് ബിസിനസ് ഇല്ലാത്തതിനാലാണ് ബാങ്കുകൾ പ്രതിസന്ധിയിലാവാൻ കാരണം. അവസാനം വിത്തെടുത്ത് കുത്തുന്നതോടെയാണ് ബാങ്കുകൾക്ക് പൂട്ടുവീഴുന്നത്. പ്രമുഖ സ്വകാര്യ ബാങ്കുകൾക്ക് പിന്നാലെ ഒട്ടേറെ ചെറുകിട ഫിനാൻസിംഗ് സ്ഥാപനങ്ങളും പൊട്ടിയിട്ടുണ്ട്. ഭൂരിഭാഗം ബാങ്കുകളും തകർച്ചയുടെ വക്കിൽ തന്നെയാണ് ഇപ്പോഴും.